ഓണക്കാലമായിട്ടും ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിൽ വഴിവിളക്കുകൾ തെളിയിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ നേരിൽ കണ്ട് എമർജൻസി ലൈറ്റ് തെളിയിച്ച് പ്രതീകാത്മക സമരം നടത്തി. ഓണത്തിന് മുമ്പ് തന്നെ എല്ലാ വഴിവിളക്കുകളും മാറ്റി സ്ഥാപിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഈ ഉറപ്പ് പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സമരം സംഘടിപ്പിച്ചതെന്ന് അംഗങ്ങൾ പറഞ്ഞു. ഓണക്കാലമായിട്ടും ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലെ വഴിവിളക്കുകൾ തെളിയിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി.ജെ.പി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. പഞ്ചായത്ത് സെക്രട്ടറിയെ നേരിൽ കണ്ട് എമർജൻസി ലൈറ്റ് തെളിയിച്ച് പ്രതീകാത്മകമായ സമരമായിരുന്നു നടത്തിയത്. ചൂട് സമയത്ത് ഇത് ഉണങ്ങും, മഴ സമയത്ത് ഈ നനയും. അപ്പൊ ഈ ഷോർട്ടായ ബൾബ് അന്നേരം അടിച്ചു പോവുക. നമുക്ക് വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓണം അടുപ്പിച്ച് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ. ആളുകൾക്കെല്ലാം നമ്മൾ ഈ ഓണത്തിന് കൊടുക്കാമെന്നുള്ള ഉറപ്പ് ഭരണാധികാരികൾ സെക്രട്ടറി ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഉറപ്പ് ജനങ്ങൾക്ക് കൊടുത്തത്. പക്ഷെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത്? അടിയന്തരമായിട്ട് ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ റോഡുകളും തകർന്നു കിടക്കുന്നതും തെരുവ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം രൂക്ഷമാകുന്നതുമായ സാഹചര്യത്തിലാണ് ഈ സമരം നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്തിലെ ബി.ജെ.പിയിലെ അംഗങ്ങൾ പറഞ്ഞു. കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹനയാത്രക്കാരും ഒരുപോലെ ദുരിതത്തിലാകുന്ന അവസ്ഥയാണ് നാട്ടിലുള്ളത്. മാസങ്ങൾക്ക് മുൻപ് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റികളിൽ നിരന്തരം ആവശ്യമുന്നയിച്ചതിനെ തുടർന്ന് ഓണത്തിനു മുമ്പ് തന്നെ എല്ലാ വഴിവിളക്കുകളും മാറ്റി സ്ഥാപിക്കാമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നതായും സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. എന്നാൽ ഈ ഉറപ്പ് പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ബി.ജെ.പി. അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ച് എമർജൻസി ലൈറ്റ് തെളിയിച്ച് പ്രതിഷേധ സമരം നടത്തുന്നതെന്നും പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു അനിൽ, രാജേഷ് ഉണ്ണിച്ചേത്ത്, ശ്രീകല, സഞ്ജു, അനിതാദേവി, ബി.ജെ.പി. മണ്ഡലം ജനറൽ സെക്രട്ടറി കണ്ണൻ ചെട്ടികുളങ്ങര, യുവമോർച്ച നേതാക്കളായ ഹരിഗോവിന്ദ്, ഹരികൃഷ്ണൻ, മേഖലാ ജനറൽ സെക്രട്ടറി പ്രമോദ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. സി.ഡി നെറ്റ് ന്യൂസ്, കായംകുളം.